ഹലോ എവരിവൺ, കാത്തിരുന്ന് അവസാനം ടെർബോന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. നോക്കാം. മമ്മൂട്ടിന്റെ ഇത് കണ്ടില്ലേ, ക്യൂട്ട് ലുക്ക് അല്ലേ. ട്രെയിലർ തുടങ്ങിയപ്പോ തന്നെ വന്നല്ലേ മമ്മൂക്ക. ജോസേട്ട് ബാക്കി നോക്കാം. എന്താണ് വന്ന വരവേണ്ട, സ്കിഡായിട്ടുള്ള വരവേണ്ട. എന്റെ മുണ്ടെടുത്തിട്ട് ആ വന്ന വരവേണ്ട. പൊളിച്ച് ഓ വില്ലൻ നാളെ പുഷ്പന വില്ലനുണ്ട്. വാട്ടെ ഇത് മറ്റേ തെലുങ്ക കന്നഡ പടത്തില് ടോബി എന്ന പടത്തിലെ ആളാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ആ കന്നഡ പടത്തിലെ കന്നഡ തെലുങ്കാണെന്ന് തോന്നുന്നു. ഇത് കന്നഡ മൂവി ടോബി എന്ന് പറഞ്ഞ മൂവിയിലെ ആളാന്ന് തോന്നുന്നു. മറ്റേ എന്തോ ഒരു ഷെട്ടി ഉണ്ട്, രാജ് ഷെട്ടി, അങ്ങനെ എന്തോ ഒരു ഷെട്ടിയാണത്. പിന്നെ മറ്റേത് നമ്മുടെ പുഷ്പന്റെ സുനിൽ. വെട്രിവേൽ എന്നാണ് പേര്. കസാര നിലത്തൊന്നുമല്ല, കസാര എയറില. എന്താണ് കാണിച്ചത്? ബ്രൂസ്ലിയ. മമ്മൂക്ക് എന്താണ് കാണിച്ചത്? കസാര എടുത്തിട്ട് കസാര. മമ്മൂക്ക ഓൾഡ് ആയതിന്റെ യങ് കമ്മിങ് യങ് ആയിക്കെ ഉപ്പർ കമ്മിങ്. കസാര പൊക്കിയത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. മാനുവൽ തോമസും അഞ്ചാം പാതിര ടീമാണ്. അഞ്ചാം പാതിര ഇബ്രാഹിം ഹോസ്ലറിന്റെ ടീമാണ്. പക്ഷെ അതുപോലത്തെ ത്രില്ലിങ് ഇത് കാണുന്നില്ല, സസ്പെൻസ് പരിപാടി കാണുന്നില്ല ഇതിനകത്ത്. ഓപ്പൺ ഫൈറ്റ് ആണ് അതിനകത്ത്. ഓപ്പൺ ഫൈറ്റ്, മുണ്ടൂരി കളിയാന്ന്, മുണ്ടെടുത്തുള്ള ഫൈറ്റ് ആണ്. ആള് ഗോവാന്റെ കഥ പറഞ്ഞ മാതിരിയായിരുന്നു. അതെന്ത് തോക്കത്? എന്റെ പൊന്ന്, ഡബിൾ ബാരൽ എന്നൊക്കെ ഉണ്ട്. അതേപോലെ ചെറിയ റിവോൾവറാണ്, പക്ഷെ രണ്ട് ഇതുണ്ട്. സൗണ്ട് അതാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. സൂം ചെയ്ത് മറ്റേ ക്യാമറയാണ്, റോബോട്ടിക് ക്യാമറയാണ്. ഇങ്ങനെ പോണ ക്യാമറയാണ്. ശരി, പറഞ്ഞത് കറക്റ്റ്. അതാണ് ടർബോ. വില്ലനും നായകനൊക്കെ മുണ്ടിലാണ്. കറുത്ത മുണ്ടാണെങ്കിൽ ഇത് വെളുത്ത മുണ്ട്, ഇത് വെളുത്ത മുണ്ട്, കറുത്ത മുണ്ട്. ഇല്ല, ഇതേ മൂവില് മമ്മൂക്കാനെ സ്റ്റൈലില്ല, ഡ്രസ്സിംഗ് സ്റ്റൈലില്ല. ഞാൻ വെയിറ്റിംഗ് മമ്മൂക്കാനെ ഡ്രസ്സിംഗ് സ്റ്റൈലില്ലെങ്കിലും മമ്മൂട്ടിന്റെ ആ ഒരു ലുക്ക്, മുണ്ടൊക്കെ കൊടുത്ത് വന്നിട്ടുള്ള ലുക്ക് വേറെ തന്നെ ലെവലായിരിക്കുമല്ലോ. നീ മുണ്ടെടുത്ത പടം കണ്ടിട്ടില്ല. പഴയ മമ്മൂട്ടി എന്തോരം പടത്തില് മുണ്ടൊക്കെ കൊടുത്ത് എത്ര കളി കളിച്ചേക്കാൻ മമ്മൂട്ടിയില്ലേ. എനിക്കറിയില്ല, എനിക്ക് ഡ്രസ്സിംഗ് മാത്രമാണ്. മമ്മൂക്ക, സൽമാൻ ഖാൻ, ഇതേ രണ്ടുപേരുടെ സെയിം ഫിഗർ, സെയിം ബോഡി ഇങ്ങനെ ഉണ്ട്. സൽമാൻ ഖാന്റെ സെയിം ഫിഗറാണ്. സൽമാൻ ഖാൻ കേക്കണ്ട. സൽമാൻ ഖാൻ ഫിഗർ മീനിങ് ലുക്കിംഗ് ഫിഗർ. ഉദ്ദേശിച്ചത് ഇതാണ്, അത്രയും പ്രായമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോ അതായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ്, നിർത്താണ്ട് ഇടിയാണ് പടം. എന്താ ആ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി ട്രെയിലർ കണ്ടപ്പോ തന്നെ.
ആരും നിലത്തല്ല, എല്ലാരും പറക്കുവാണ്. പിന്നെ ആ ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഇങ്ങനെ മറ്റേ ഭീഷ്മ പർവ്വത്തിൽ നമ്മൾ കണ്ടില്ലേ, അതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ ഇങ്ങനെ റോബോട്ടിക് ക്യാമറ, അതിന്റെ ഷോർട്സ് ആണ് മൊത്തം കാണുന്നത്. ചിലപ്പോ നല്ല ഡബിൾ ഇമ്പാക്ട്, ആ റിവോൾവർ തന്നെ നല്ല ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഇതിനകത്ത്. കഥ എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ലിങ് എലമെന്റ് ഉണ്ടായ രസമുണ്ട്. പക്ഷെ കേട്ടറിവ് ഒക്കെ വെച്ചിട്ട്, വായിച്ചറിവൊക്കെ വെച്ചിട്ട് നോക്കുമ്പോ അത്ര വലിയ ഇതൊന്നും കാണുന്നില്ല. എന്തോ തമിഴ്നാട്ടിൽ പോയിട്ട് പലിശക്കാരനായിട്ടുള്ള എന്തോ കേസ് കെട്ടൊക്കെയാണെന്നാണ് ഞാൻ വായിച്ചതാ, കേട്ടതെന്ന് പറഞ്ഞത്. ഈ മാനുവലിന്റെ ഒരു കഥാരീതി അനുസരിച്ചിട്ട് വേണ്ട 5-ാം പാതിരക്ക് എന്ത് ത്രില്ലിംഗ് ആണ്. 5-ാം പാതിര, എബ്രഹാം ഓസ്ലർ, 5-ാം പാതിര ഓർമ്മയില്ല എനിക്ക്, കുഞ്ചാക്കോ ബോബന്റെ ഓർമ്മയില്ലാണ്ടോ, മറ്റേ കുഞ്ചാക്കോ ബോബൻ ഓരോരോ സീരിയൽ കില്ലർ വന്നിട്ട് കില്ല് ചെയ്യണതൊക്കെ, അതൊക്കെ എന്ത് സൂപ്പറാണ്. ഓസ്ലർ ഞാനിപ്പോ എബ്രഹാം ഓസ്ലർ ഇപ്പൊ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ത്രില്ലിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും കാണാൻ വേണ്ടി. പിന്നെ മമ്മൂക്കാന്റെ ഒരു ആക്ടിങ്ങും ഫുൾ ത്രൂ ഔട്ട് ആക്ടിങ് കൂടി ആകുമ്പോ പൊളിയായിരിക്കും. വെറുതെ ഇടിയും ബഹളവും പോരാ. മമ്മൂക്കാന്റെ എന്ത് കണ്ടിരുന്നാ മതിയല്ല, കേറി പടം തുടങ്ങിയ അവസാനം വരെ മമ്മൂക്കാനെ കണ്ടിരുന്നാൽ തന്നെ പൈസ മുതലായി, അത് വേറെ വിഷയം. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളിലുള്ളൂ, കണ്ടിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. അധികം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി പടം വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും ട്രെയിലർ പൊളിച്ചു, മമ്മൂട്ടി ക്ലാസ് അപ്പൊ മുണ്ടെടുത്തുള്ള ഫൈറ്റ്, ആ സ്കിഡിങ് പിന്നെ ആ സ്കിഡ് ചെയ്ത് വന്നതും പൊളിച്ചു. എന്തായാലും നമുക്ക് മൂവി വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഓക്കെ, ദെൻ ബൈ.